ക്യാരറ്റാരാ നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായിട്ടും ഖത്തറിലെ പർച്ചേസിങ് വ്ളോഗല്ല ഇട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നാട്ടിലൊരു പർച്ചേസിങ് വ്ളോഗ് കാണാം കേട്ടോ. ഒന്നുമില്ല, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വയറ് നിറച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു മസാല ദോശയും രാശിത വെള്ളയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഒരു ചായയും ഒരു പാലും വെള്ളം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഫുള്ള് മഴ തന്നെയായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയും മഴയൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതലും വെയിൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നത്തെ ദിവസം ഫുള്ള് ഈ മഴ തന്നെയായിരുന്നു, വൈകുന്നേരം വരെ മഴ തന്നെയായിരുന്നു. നാട്ടിലെത്തുമ്പോൾ ഈ മഴ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പം നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് എറിയാടിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പലചരക്ക് സാധനങ്ങളില്ലേ അതൊക്കെ വാങ്ങിയെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്തായാലും സാധനങ്ങൾ വാങ്ങി തുടങ്ങാം കേട്ടോ. അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ ലിസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവിടെയുള്ള ചേട്ടൻ ഓരോ സാധനങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറി മാത്രം നമുക്ക് പുറത്തേക്ക് വാങ്ങിയാൽ മതി, ബാക്കിയെല്ലാം ഇതിനകത്ത് നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഈ സോപ്പും പൊടി സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട്, അവിടെ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. ആ ഒരു പഴമയുടെ രീതിയിലാണ് കേട്ടോ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. പിന്നെ അത് അരി നമ്മൾ മട്ടരിയാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഈ കുത്തരിയുടെ ആൾക്കാരാണ്. ഈ വെള്ളരി അങ്ങനെ വലിയ ഇഷ്ടമല്ല എന്നല്ല, നമ്മൾ വെക്കാറുള്ളത് കുത്തരി വെച്ചിട്ടാണ്. ഈ ജയ അരിയൊന്നും അതിൻ്റെ ചോറിനേക്കാൾ നമുക്ക് ഇഷ്ടം ഈ കുത്തരി ചോറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതായി നമ്മൾ കുത്തരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കടുകാണ് കേട്ടോ ഇപ്പോൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ പാത്രം കഴുകുന്ന സോപ്പ്, പിന്നെ ഒരു ചെറിയ പാക്കറ്റ് സോപ്പും പൊടിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മറ്റേ ആ കടയിലേക്ക് പോകാനായിട്ട് ഇന്ന് ജുമാടെ ദിവസം കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാലത്തു നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ പച്ചക്കറികളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും പള്ളിക്ക് പോകാനുള്ള നേരമാവും. അതുകൊണ്ട് അവിടേക്ക് പിന്നെ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പാക്കറ്റ് തൽക്കാലത്തിന് എടുത്തതാണ് കേട്ടോ. ഈ പാക്കറ്റിലുള്ള ബൂസ്റ്റ് ഹോർലിക്സും അതുപോലെ ടിന്നിലുള്ളതും തമ്മിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറില്ല, എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുപോലെ ഡയറി മിൽക്ക്, നമ്മൾ എത്ര വലിയ ഡയറി മിൽക്ക് കഴിച്ചാലും എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ആ 10 റുപ്യയുടെ ചെറിയ ഡയറി മിൽക്കില്ലേ അതാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് മറ്റേ വലിയതിൻ്റെ ടേസ്റ്റ് നമ്മൾ നല്ല വ്യത്യാസം തോന്നാറുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പപ്പടം എടുത്തിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ വന്നത്. കാരണം അത് ലിസ്റ്റിലും നമ്മൾ എഴുതാൻ മറന്നുപോയി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ എടുക്കുന്ന സമയത്താണ് അവിടെ പപ്പടം ഇരിക്കുന്നുണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതാ നമ്മൾ പപ്പടവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികൾ വാങ്ങാനായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കവറിലാക്കിയിട്ട് ഇപ്പം കിട്ടും.
ഇത്രയും സാധനങ്ങളുടെ കണക്ക് ഒരു കാൽക്കുലേറ്ററിൻ്റെ സഹായം ഇല്ലാണ്ട് എണ്ണീറ്റ് ടോട്ടൽ ചെയ്ത് തരണം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ പച്ചക്കറി തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചേട്ടനെ ഇന്ന് പച്ചക്കറി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ച്. അപ്പോൾ ഇതാ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പണ്ട് മുതലേ ഉള്ളൊരു കടയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇതാ ഈ ഒരു പച്ചക്കറികളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് വിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങനെ സവാള, തക്കാളി, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളൻകിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഇവിടുന്ന് എടുത്തോളൂ കേട്ടോ. ബാക്കി പച്ചക്കറികളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള ബാക്കി വഴുതനങ്ങ അങ്ങനെയുള്ള ക്യാരറ്റ് ഇതൊക്കെ ഒരു വലിയ സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്ന് എടുക്കാണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അതിന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങുള്ളൂ. അങ്ങനെ രാശി പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം അപ്പം തന്നെയല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും പച്ചക്കറികളൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നേരെ നമ്മുടെ മെട്രോയിൽ കയറിയിട്ട് ചിക്കൻ ബിരിയാണി അയച്ചിട്ട് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷെ ആ പഴയ ഒരു ടേസ്റ്റ് ഇപ്പോൾ കിട്ടണില്ല കേട്ടോ. മുമ്പ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നമ്മൾ ഇവിടുന്ന് തന്നെ കഴിക്കാറുള്ളായിരുന്നു. പക്ഷെ ആ പഴയ ടേസ്റ്റ് ഇപ്പോൾ കിട്ടണില്ല. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഇടവിലങ്ങുള്ള ഈ ഒരു കടയിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചാക്ക് നൂലിൻ്റെ റോളില്ല, അതാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ സാധനങ്ങളും വാങ്ങിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. കുക്കുംബർ 1 കിലോ, വെണ്ടയ്ക്ക 1 കിലോ, പച്ചപ്പയർ 1/4, 3, 6, 9 തൊട്ടായി നോക്കിട്ടാ.
അങ്ങനെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾക്ക് കുറച്ച് ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നേരെ പ്രഭയിൽ പോയിട്ടാണ് നമ്മൾ തലയിൽ തേക്കാനുള്ള ഹെയർ ഓയിലില്ലേ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഖത്തറിലിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ എണ്ണ കാച്ചിട്ട് അതാണ് കേട്ടോ തേക്കാറ്. ഈ നാട്ടിൽ വന്നിട്ട് ഈ എണ്ണ തേക്കാനൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറയല്ലേ. നമ്മളെപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് പ്രഭയിൽ നിന്നാണ് കേട്ടോ ഹെയർ ഓയിൽ വാങ്ങാറുള്ളത്. ആയുർവേദത്തിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഹെയർ ഓയിൽ മാത്രമേ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ രാമച്ചത്തിൻ്റെ ഒരു ഇതില്ലേ അത്, പിന്നെ ചെമ്പരത്തിയുടെ താളിയുടെ ഷാമ്പു ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.